ഹലോ, അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് നല്ല കിടിലൻ ടേസ്റ്റിലുള്ള വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും പത്തിരിയുടെയും അതുപോലെ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ സ്റ്റൂ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്ത് അത് ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 4 ഏലക്ക, 5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം പട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനിതുപോലെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള, ഒരു പച്ചമുളക്, അതുപോലെ കുറച്ച് വേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂണ് ഇത്ര എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 10 അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുക. അതിനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 ബീൻസ് കൂടെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഇതിൻ്റെ റോസ്മെല്ലെല്ലാം മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇത് വേവിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള പാലാണ്. 2ാം പാലാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കിത് കുക്കർ മൂടി വെച്ചിട്ട് 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ 2 വിസിലിന് ശേഷം ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ പ്രഷറെല്ലാം പോയ ശേഷമാണ് ഞാൻ കുക്കർ തുറന്നു നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉടഞ്ഞു പോകാണ്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം വീണ്ടും ഒന്ന് ഓണാക്കിയ ശേഷം ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പും കൂടെ തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും തിക്കായിട്ട് വരും. അപ്പോൾ കുറച്ച് ഗ്രേവി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗ്രീൻ പീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആയ കാരണമാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. കുക്ക് ചെയ്യാത്ത ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറിയൊക്കെ കുക്ക് ചെയ്യാനായിട്ട് വെച്ചില്ല, ആ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 കൈപ്പിടി നിറയെ തന്നെ മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്തിട്ട് നമുക്ക് വീണ്ടും കറി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ സ്റ്റൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഞാനിവിടെ ഇപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്കിത് അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അതുപോലെ പത്തിരിയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ രാവിലെ ആയാലും രാത്രി ആയാലും നമുക്കിതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്